ഹായ്, ഇന്നൊരു വെറൈറ്റി തിരക്കഥയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ തുമ്പാത്, അതേപോലെ തന്നെ ഭ്രമയുഗം, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു തിരക്കഥയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് തിരക്കഥകളെപ്പറ്റി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ തിരക്കഥ എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ എൻ്റെ ഒപ്പം എഴുതി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോകളിൽ മുഴുനീള തിരക്കഥകളൊക്കെ എഴുതണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിറയെ തിരക്കഥകൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഈ തിരക്കഥയിലേക്ക് കിടക്കാം. നമുക്ക് എഴുതി തുടങ്ങാം. ഞാനിതിന് പേരിട്ടിരിക്കുന്നത് നെരിപ്പോടൻ എന്നാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാതെ നേരിട്ട് എഴുതി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് കഥ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്കതെന്താണെന്നും മനസ്സിലാവും. നെരിപ്പോടൻ എന്നാണ് ഈ സിനിമയുടെ പേര്, ഈ കഥയുടെ പേര്. ബിഫോർ ഇൻഡിപെൻഡൻസ്, സംവെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല. കേരളത്തിലോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് പ്ലേസ് ചെയ്യാം. ആക്ച്വലി ഈ സ്റ്റോറി നമുക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ലാംഗ്വേജ് ബാരിയറല്ല, വേറെ ഒന്നും ബാരിയറല്ല. ഓക്കെ. എക്സ്റ്റീരിയർ, കാട്, ഡ്രീം. ഇതൊരു ഡ്രീം സീനാണ്. നിറയെ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഇരുണ്ട ഒരു കാട്. അവിടെ മരങ്ങൾക്ക് നടുവിൽ മൂടൽമഞ്ഞിനിടയിൽ ഒരു രൂപം, ഒരു രാക്ഷസൻ്റെ രൂപം. പിന്നിൽ വാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ സീൻ അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ, കടൽ തീരം, രാവിലെ. ശിവ ഞെട്ടി കണ്ണു തുറക്കുന്നു. അതായത് അയാൾ കണ്ട ഡ്രീമാണിത്. അയാൾ ആ ഡ്രീം കണ്ട് ഞെട്ടി കണ്ണു തുറക്കുന്നു. ചെറുപ്പക്കാരനാണ്. പരിസരബോധമില്ലാത്ത മട്ടിൽ അവൻ ഞെട്ടി എഴുന്നേറ്റിരുന്നു. അതൊരു കടൽ തീരമാണ്. പണ്ട് കാലത്തെ ജയിൽ പുള്ളികളുടെ വേഷം. പെട്ടെന്ന് അടുത്തു നിന്നും ഒരു ശബ്ദം. പേടിക്കണ്ട, ചത്തിട്ടൊന്നുമില്ല. അത് കേട്ട് ശിവ അവിടേക്ക് നോക്കി. അതായത് ശബ്ദം കേട്ടടുത്തേക്ക് നോക്കി. അത് രാജനാണ്. രാജൻ എന്ന് പേരുള്ള ഒരാളാണ്. 40-45 വയസ്സ് പ്രായം തോന്നും. രാജൻ അപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, പോയി അവന്മാർക്ക് ജീവനുണ്ടോയെന്ന് നോക്ക്, ഇവിടെ നിന്ന് സമയം കളയാൻ പറ്റില്ല. അത് കേട്ട് ശിവ അയാളെ പറഞ്ഞിടത്തേക്ക് നോക്കി. അവിടെ 2 പേര് കരയ്ക്കടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ 4 പേരുടെയും വേഷം ജയിൽ പുള്ളികളുടെ വേഷം തന്നെയാണ്. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ, കാട്. കുറച്ച് സമയത്തിന് ശേഷം 4 പേരും കാട്ടിനുള്ളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ്. രാജനാണ് മുന്നിൽ. പിന്നിൽ ശിവയും അവന് പിന്നിൽ വർഗീസും ഭാർഗവനും നടക്കുന്നു. അതായത് ആ 2 പേരാണ് അവിടെ കടൽ തീരത്ത് ബോധം തെളിയാതെ കിടന്നത് കാണിച്ചത്. ഓക്കെ. കൂട്ടത്തിൽ ശിവയ്ക്കാണ് പ്രായം കുറവ്. 4 പേരും ജയിൽ ചാടിയവരാണെന്ന് വ്യക്തം. നടന്ന് അവർ ഒരിടത്ത് വന്ന് നിന്നു. ഇനി ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ തിരിയണം. മുന്നിൽ വലിയൊരു കിടങ്ങാണ്. അതായത് മുന്നിൽ വലിയൊരു താഴ്ചയുള്ളൊരു ഭാഗമാണ്. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ വേണം ഇനി പോകാൻ. അപ്പോൾ അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ വർഗീസ്, കഷ്ടത്തിലായല്ലോ, ഇനി എങ്ങോട്ട് പോകും? രാജൻ അവിടെ നിന്ന് എന്തോ ആലോചിക്കുകയാണ് മനസ്സിൽ. അപ്പോൾ ഭാർഗവൻ, ഇരുട്ടാകുന്നതിന് മുമ്പ് ആൾത്താമസമുള്ള എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ നമ്മളെ വല്ല പുലിയും പിടിക്കും. അപ്പോൾ രാജൻ, വടക്കോട്ട് പോവാം. അപ്പോൾ ശിവ, തെക്ക്, നമുക്ക് തെക്ക് ദിശയിലേക്ക് പോകാം, അവിടെ ആൾത്താമസമുണ്ട്. അത് കേട്ട് എല്ലാവരും അവനെ നോക്കുന്നു. അപ്പോൾ വർഗീസ്, അതെന്താ? അപ്പോൾ ശിവ, തെക്ക് നിന്ന് വീശുന്ന കാറ്റിന് എള്ളുതിരിയുടെ മണം. അത് കേട്ട് രാജൻ ചിരിക്കുന്നു. എന്നിട്ട് രാജൻ, മണം പിടിച്ച് ദിശ പറയാൻ നീ ആരാ? ഞാൻ പറയുന്നത് കേൾക്ക്, വടക്കോട്ട് പോകാം. അപ്പോൾ വർഗീസ്, വടക്കോട്ട് പോയാൽ നമ്മൾ ആൾത്താമസമുള്ള എവിടെയെങ്കിലും എത്തുമെന്ന് ഉറപ്പാണോ? അപ്പോൾ രാജൻ, ഉറപ്പ് പറയാൻ ഞാൻ ഈ കാട്ടിൽ മുൻപ് വന്നു പരിചയമൊന്നുമില്ല. അപ്പോൾ വർഗീസ്, ഉറപ്പില്ലാതെ വെറുതെ ഒരു ഊഹത്തിൻ്റെ പുറത്ത് വടക്കോട്ട് പോകണോ? ശിവ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലോ? അപ്പോൾ രാജൻ, അത്രയും പട്ടാളക്കാർ കാവലുള്ള സെല്ലുലാർ ജയിൽ ചാടി ഇവിടെ വരെ വന്നത് എൻ്റെ ബുദ്ധി കൊണ്ടാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടാൽ മതി. അപ്പോൾ വർഗീസ്, അതൊക്കെ ശരി തന്നെ. നമ്മുടെ ലക്ഷ്യം എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എത്തുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഊഹം ശരിയാവണമെന്നില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ശിവ പറഞ്ഞതനുസരിച്ച് തെക്ക് ദിശയിലേക്ക് പോകുന്നതാകും ഉചിതം. അപ്പോൾ ഭാർഗവൻ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അത് കേട്ട് രാജൻ ശിവയെ നോക്കി. എന്നിട്ട് രാജൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ, എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നിട്ട് രാജൻ ശിവയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് രാജൻ ശിവയോട്, നിൻ്റെ വാക്ക് കേട്ട് നീ പറയുന്ന വഴിക്ക് വന്നിട്ട് വല്ല പട്ടാളവും പിടിച്ചാൽ കയറിൽ തൂങ്ങുന്നതിന് മുൻപ് നിൻ്റെ തല ഞാൻ എടുക്കും. ശിവ അത് കേട്ട് ഭയന്ന് നിൽക്കുകയാണ്. വർഗീസും ഭാർഗവനും ഒന്നും പറയുന്നില്ല. അപ്പോൾ രാജൻ, നടക്ക്,
അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ കാട്. 4 പേരും തെക്ക് ദിശയിലേക്ക് നടക്കുകയാണ്. വലിയ പേമാരി പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ആകാശം. എങ്ങും മൂടൽമഞ്ഞ് ഇറങ്ങി കിടക്കുകയാണ്. ഇടതൂർന്ന് നിൽക്കുന്ന പുല്ലുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് 4 പേരും നടക്കുന്നു. എക്സ്റ്റീരിയർ കാട്. കുറച്ചു സമയത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ശിവ മുന്നിൽ എന്തോ കണ്ടതുപോലെ നിന്നു. അത് കണ്ട് ഒപ്പം മറ്റുള്ളവരും നിന്നു. മുന്നിൽ ഒരു ചെറിയ കൂടാരം കാണാം, ഒരു ചെറിയ കുടിൽ കാണാം. വൈക്കോല് മേഞ്ഞൊരു കൂടാരം. ചുറ്റും വിളക്കുകളും അഗ്നികുണ്ഡങ്ങളും എല്ലാം ഒരുക്കി ഒരു മന്ത്രവാദത്തിൻ്റെ അന്തരീക്ഷം. അത് നോക്കി നിൽക്കെ ഒരാൾ കൂടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു. നീളം താടിയും മുടിയുമൊക്കെയുള്ളൊരു മന്ത്രവാദി. അയാളെ കണ്ടതും ശിവയും കൂട്ടരും അവിടെ മറഞ്ഞു നിന്നു. അവിടെയുള്ള മരങ്ങളുടെയും പാറയുടെയൊക്കെ ബാക്കിലായിട്ട് മറഞ്ഞു നിന്നു. ആ മന്ത്രവാദി അവിടെ ഇരുന്ന് ഹോമകുണ്ഡത്തിനടുത്തായി എന്തോ കളം വരയ്ക്കുകയാണ്. അടുത്ത് വിറകുകൾ കൂട്ടിവെച്ച് ചിതയൊരുക്കിയിരിക്കുന്നത് കാണാം. അതായത് കത്തിക്കാൻ വേണ്ടി ഒരു ചിതയൊരുക്കി വെച്ചിരിക്കുകയാണ് അവിടെ. ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ വർഗീസ് രാജനെ നോക്കി. രാജൻ അവിടെ കിടന്ന ഒരു മരക്കുറ്റി എടുത്തു. പിന്നാലെ വരാനും നമ്മളിപ്പോൾ അയാളെ ആക്രമിക്കാൻ പോവുകയാണെന്നും ആംഗ്യം കാണിച്ചുകൊണ്ട് രാജൻ മെല്ലെ അവിടേക്ക് നടന്നു. പിന്നാലെ അവർ 3 നടന്നു. ശിവയാണ് തൊട്ടു പിന്നിൽ. നടന്ന് തൊട്ടു പിന്നിൽ, ആ മന്ത്രവാദിയുടെ തൊട്ടു പിന്നിലെത്തിയതും മന്ത്രവാദി തിരിഞ്ഞു നോക്കി. രാജൻ പെട്ടെന്ന് അടിക്കാനായിട്ട് ഊങ്ങിയെങ്കിലും മന്ത്രവാദി ഒഴിഞ്ഞു മാറി രാജനെ അടിച്ചിട്ടു. അതായത് ആ മന്ത്രവാദി ഭയങ്കര അഭ്യാസിയാണ്. പ്രായമുണ്ട്, അവശനാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര അഭ്യാസിയാണ്. അടികൊണ്ട് രാജൻ വീണത് തീകുണ്ടത്തിലേക്കാണ്. അയാളുടെ വയറിൽ പൊള്ളലേറ്റു. അപ്പോൾ തൊട്ടു പിന്നാലെ ആക്രമിക്കാൻ കുതിച്ച ശിവയുടെ കണ്ണിലേക്ക് മന്ത്രവാദി എന്തോ പൊടി പെട്ടെന്ന് വിതറി. അത് കണ്ണിൽ വീണതും ശിവ കണ്ണുപൊത്തി നിലത്തിരുന്ന് ഉറക്കെ അലറിക്കരഞ്ഞു. വർഗീസും ഭാർഗവനും ആക്രമിക്കാതെ അത് നോക്കി നിൽക്കുകയാണ്. മന്ത്രവാദി അടുത്തത് അവരുടെ നേർക്ക് ചുവട് വെച്ചു. അതായത് നോക്കി നിൽക്കുന്ന ഭാർഗവൻ്റെയും വർഗീസിൻ്റെയും നേർക്ക്. അപ്പോൾ വർഗീസ് ഭയത്തോടെ, ഞങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ പോയിക്കോളാം. അത് കേട്ട് മന്ത്രവാദി നിന്നു. അവരുടെ വേഷം ശ്രദ്ധിച്ചു. എന്നിട്ട് മന്ത്രവാദി, ജയിൽ ചാടി വന്നവരാണല്ലേ? അത് കേട്ട് അവരാരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രാജൻ പൊള്ളിയ ഭാഗം പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രവാദി, പിടിച്ച് പട്ടാളത്തിനെ ഏൽപ്പിക്കട്ടെ? അപ്പോൾ വർഗീസ്, ദയവേത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. കള്ളക്കുറ്റം ചുമത്തിയ പട്ടാളം ഞങ്ങളെ ജയിലിലടച്ചത്. അവിടെ കിടന്ന് ചാകാൻ വയ്യ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അപ്പോൾ മന്ത്രവാദി, എങ്കിൽ പോയിക്കോ. ആ മറുപടി അവർ പ്രതീക്ഷിച്ചില്ല. ശിവ അവിടെ കണ്ണ് പൊത്തിപ്പിടിച്ച് കരയുകയാണ്. അവർ ശിവേനെ നോക്കി. അപ്പോൾ മന്ത്രവാദി, അവൻ കണ്ണ് തുറക്കണമെങ്കിൽ കുറഞ്ഞതിനി ഒരു 8 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ വർഗീസ്, അവനില്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവരുടെ നിസ്സഹായതയോടെയുള്ള നിൽപ്പ് കണ്ട് മന്ത്രവാദി പുഞ്ചിരിച്ചു. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ കൂടാരം. അത് കൂടാരത്തിൻ്റെ ഉള്ളിലത്തെ സീനാണ്. കൂടാരത്തിനുള്ളിൽ ഒരു പലകയിൽ ശിവയെ കിടത്തിയിരിക്കുകയാണ്. കണ്ണിൽ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ശിവ മയക്കത്തിലാണ്. മന്ത്രവാദി, മരുന്നിൻ്റെ കൂട്ട് കുറച്ചേ ഉള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ ഇരുട്ടി തുടങ്ങുമ്പോഴേക്കും കണ്ണു തുറക്കാം. വർഗീസിൻ്റെ മുഖം തെളിഞ്ഞു. അത് കേട്ടതും വർഗീസിന് ഒരു ആശ്വാസമായി. രാജൻ അവൻ പൊള്ളിയ ഭാഗത്ത് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രവാദി, 3ൻ്റെയും വയറ് കാലിയാണല്ലേ? അത് കേട്ട് അവർ അദ്ദേഹത്തെ നോക്കി. അപ്പോൾ മന്ത്രവാദി, കണ്ണിലറിയാം ക്ഷീണവും വിശപ്പും. അവിടുന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ കൂടാരം. കുറച്ച് സമയത്തിന് ശേഷം അകത്ത് നിലത്തിരുന്ന് 3 പേരും ഭക്ഷണം കഴിക്കുകയാണ്. കപ്പയും കിഴങ്ങുമൊക്കെയാണ് ഭക്ഷണം. അടുത്ത് മന്ത്രവാദിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വർഗീസ്, ഈ കൊടുങ്കാട്ടിൽ അങ്ങ് ഒറ്റയ്ക്കെങ്ങനെ? അപ്പോൾ മന്ത്രവാദി, മനുഷ്യരില്ലാത്ത ഇടത്തേക്കാൾ സുരക്ഷിതമായ ഇടം വേറെ എവിടെയാണുള്ളത്? അപ്പോൾ വർഗീസ്, എന്നാലും. അപ്പോൾ മന്ത്രവാദി, ഞാൻ എവിടെയും സ്ഥിരതാമസക്കാരനല്ല. നെരിപ്പോടനെ തളച്ചില്ലാതാക്കിയാൽ ഈ കാടും വിട്ട് ഞാൻ പോവും. അപ്പോൾ വർഗീസ്, നെരിപ്പോടനോ? എന്താ അത്? അപ്പോൾ മന്ത്രവാദി, ചാത്തന്മാരെ പോലെ ഒരു സ്വത്വം, ഒരു രാക്ഷസൻ. അത് കേട്ട് 3 മുഖം മാറുന്നു. അപ്പോൾ വർഗീസ്, ഈ കാട്ടിൽ ആ രാക്ഷസനുണ്ടോ? അപ്പോൾ മന്ത്രവാദി, ഇല്ല. ഇവിടെ അടുത്തൊരു നാട്ടുരാജ്യമുണ്ട്. അവിടെ സ്ത്രീകളെയും പിഞ്ചു കുട്ടികളെയൊക്കെ അടക്കം പിടിച്ച് കൊന്നു തിന്നിരുന്ന ഒരു രാക്ഷസനുണ്ടായിരുന്നു, നെരിപ്പോടൻ. അവനെ അവിടെ നിന്ന് പിടികൂടി തളച്ച് ശക്തി ക്ഷയിപ്പിക്കാൻ അവിടുത്തെ നാടുവാഴി ചുമതലപ്പെടുത്തിയതാണ് എന്നെ. ഇന്നാണ് ആ കർമ്മത്തിൻ്റെ അവസാന നാൾ. അപ്പോൾ വർഗീസ്, അപ്പോൾ ആ നെരിപ്പോടൻ? അപ്പോൾ മന്ത്രവാദി പിഞ്ചിരിച്ചുകൊണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അത് കേട്ട് 3 ചുറ്റിനും നോക്കുന്നു ഭയത്തോടെ.
അവിടെ നിന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ കൂടാരം. കൂടാരത്തിന് മുൻപിൽ കളം വരച്ചിരിക്കുന്നതിന് നടുവിലുള്ള കത്തിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ചിതയ്ക്ക് മുന്നിൽ മൂവരും നിൽക്കുകയാണ്. അകത്ത് എന്തോ ഒന്ന് ശ്വാസമെടുക്കുന്നത് പോലെ വിറക് അനങ്ങുന്നുണ്ട്. ഭാർഗവൻ പതിയെ ചെവി കൂർപ്പിച്ച് ആ ചിതയുടെ ആ വിറകുകളുടെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ആ വിറകുകൾക്കിടയിൽ നിന്ന് കൂർക്കം വലി കേൾക്കാം. പെട്ടെന്ന് അയാൾ ഞെട്ടി പിന്നോട്ട് ചുവട് വെച്ചു. അപ്പോൾ ഭാർഗവൻ, ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വർഗീസ്, എന്ന് വെച്ചാൽ? അപ്പോൾ ഭാർഗവൻ, നമുക്ക് 3 പേർക്കും പോകാം. അപ്പോൾ വർഗീസ് ദേഷ്യത്തോടെ, ജയിൽ ചാടാൻ പദ്ധതി ഇടുന്നത് മുതൽ ഇവിടെ വരെ കൂടെ നിന്നവനവൻ. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ശിവയില്ലാതെ ഞാൻ വരില്ല. അപ്പോൾ ഭാർഗവൻ, അല്ല ഞാനൊന്ന് പറയട്ടെ. പക്ഷേ വർഗീസ് അത് കേൾക്കാൻ പോലും ചെവി കൊടുക്കാതെ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഭാർഗവൻ, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ രാജൻ, നിനക്കെങ്ങനെയാ മനസ്സിലാകുമോ? അത് കേട്ട് ഭാർഗവൻ രാജനെ നോക്കുന്നു. അപ്പോൾ രാജൻ, ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലായാൽ നീ എൻ്റെ കൂടെ നിൽക്കുമോ? ഭാർഗവൻ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ കൂടാരം. കുറച്ച് സമയത്തിന് ശേഷം കാർമേഘം ഉരുണ്ടുകൂടി അന്തരീക്ഷം ഇരുട്ടാണ്. മന്ത്രവാദി അവിടെയുള്ള വിളക്കുകൾ കത്തിക്കുകയാണ് പുറത്ത്. പെട്ടെന്ന് ഭാർഗവൻ കൂടാരത്തിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ വെപ്രാളത്തിലാണ്. ഭാർഗവൻ വെപ്രാളത്തോടെ, സ്വാമി, വർഗീസിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അത് കേട്ട് മന്ത്രവാദി ഓടി അകത്തേക്ക് കയറി. അവിടെ നിലത്ത് കിടന്ന് വർഗീസ് ശ്വാസം എടുക്കാനായി ബുദ്ധിമുട്ടുകയാണ്. മന്ത്രവാദി അയാൾക്കരികിലിരുന്നു. അപ്പോൾ മന്ത്രവാദി, എന്തുപറ്റി? അപ്പോൾ വർഗീസ് മെല്ലെ മന്ത്രവാദിയുടെ പിന്നിലേക്ക് നോക്കുന്നു. വർഗീസിൻ്റെ കഴുത്തിന് എന്തോ ഇട്ട് മുറുക്കിയിരിക്കുന്നത് പോലെ ഒരു ചുവന്ന പാട് കാണാം. അത് ശ്രദ്ധിക്കേണ്ട താമസം പിന്നിൽ നിന്നും രാജൻ കുത്തുവിളക്കിൻ്റെ കമ്പി കൊണ്ട് മന്ത്രവാദിയെ കുത്തി. കമ്പിയുടെ അറ്റം മുന്നിലൂടെ തുളച്ച് പുറത്തേക്ക് ഉന്തി നിൽക്കുകയാണ്. ശേഷം അയാളെ പിടിച്ച് ഒരു വശത്തേക്കിട്ടു. ഭാർഗവൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം പിടിച്ച് മറിച്ചിട്ട് എന്തോ തിരയുകയാണ്. രാജൻ വർഗീസിൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് രാജൻ, നിന്നെപ്പോലെ ചെയ്യാത്ത കുറ്റത്തിനൊന്നും അല്ല പട്ടാളം എന്നെ പിടിച്ചത്. പറഞ്ഞാൽ പേടിക്കുന്ന പലതും ചെയ്തിട്ടുണ്ട്. മരണം മുന്നിൽ കണ്ട് പേടിച്ചിരിക്കുന്ന നിന്നെ അതുകൂടി പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്നില്ല. അത് പറഞ്ഞ് രാജൻ വർഗീസിൻ്റെ കഴുത്ത് ഞെരിച്ചു. ഭാർഗവൻ അവിടെ എന്തോ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ശിവ മരുന്നിൻ്റെ ആലസ്യത്തിൽ അവിടെ മയക്കത്തിലാണ്, മയങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ കൂടാരം കുറച്ച് മാറി. ഇത് ഫ്ലാഷ് ബാക്കാണ്. കൂടാരത്തിനോട് ചേർന്നൊരിടത്ത് രാജനും ഭാർഗവനും എന്തോ സംസാരിച്ച് നിൽക്കുകയാണ്. ഭാർഗവൻ, ഇത് വല്ല അബദ്ധമായി പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ രാജൻ പതിയെ, ആരും അവിടെയില്ലെന്ന് ചുറ്റിനെ നോക്കി ഉറപ്പ് വരുത്തിക്കൊണ്ട്, നീ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നാട് മൊത്തം ഭയന്ന രാക്ഷസനെ പിടിച്ചു കെട്ടിയ ആളാ. ഉറപ്പായ നാടുവാഴി നല്ല പണം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ഇനി അവർക്ക് വരത്തന്മാരാ. പണിക്ക് പോയാൽ പട്ടാളത്തിൻ്റെ കണ്ണിൽ പെടും. അതുകൊണ്ട് ചിന്തിക്കേ, ഇനി ജീവിക്കാൻ പണം വേണം. നീ ആലോചിക്ക്. ഭാർഗവൻ ആലോചിക്കുന്നു. അത് ശരിയാണല്ലോ എന്നൊരു ഭാവമാണ് അയാളുടെ മുഖത്ത്. അപ്പോൾ രാജൻ, എത്ര പണമുണ്ടോ പപ്പാതി, നിനക്കും എനിക്കും. അത് കേട്ട് ഭാർഗവൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കൂടാരത്തിലേക്ക് നോക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ കൂടാരം തുടർച്ച. വീണ്ടും കട്ട് ബാക്ക് ടു കൂടാരത്തിൻ്റെ ആ പ്രസൻറ്റിലുള്ള സീനിലേക്ക് വരികയാണ്. ശ്വാസം മുട്ടി പെടഞ്ഞ് വർഗീസ് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞതും മരിച്ചെന്ന് ഉറപ്പായതും രാജൻ പിടിവിട്ടു. വെപ്രാളം കൊണ്ടുള്ള ആ തെരച്ചിലിനൊടുവിലും ഭാർഗവൻ നിരാശനാണ്. അതായത് അയാൾ തപ്പിയ സാധനം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, പണമൊന്നും കിട്ടിയിട്ടില്ല. ഭാർഗവൻ, പണവും ഇല്ല, ഒരു മണ്ണാങ്കട്ടവും ഇല്ല. നിൻ്റെ വാക്കും കേട്ടി പാപത്തിന് കൂട്ടുനിന്നല്ലോ ദൈവമേ. അപ്പോൾ രാജനും നിരാശനാണ്. അധികം സാധനങ്ങളൊന്നുമില്ല അവിടെ തപ്പാൻ, ഉള്ളതെല്ലാം തപ്പി. അപ്പോൾ അവിടെ സ്വർണ്ണമില്ല. അപ്പോൾ രാജൻ, ദൈവത്തെ ഒന്നും വിളിക്കണ്ട, എൻ്റെ കണക്കൂട്ടിലൊന്ന് പിഴച്ചുപോയി. അപ്പോൾ ഭാർഗവൻ, എനിക്കിനി ജീവിക്കണ്ട, ഈ പാപവും പേറി എനിക്കിനി ജീവിക്കണ്ട. അപ്പോൾ രാജൻ, കൊന്നത് ഞാനല്ലേ, പാപം ഞാൻ ഏറ്റോളാം. ഇനി ഇവിടെ ഇവന് കാവൽ കിടക്കുന്നത് ബുദ്ധിയല്ല, ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണം. വരണമെന്നുണ്ടെങ്കിൽ നിനക്ക് വരാം. ഭാർഗവൻ കരയുകയാണ്. രാജൻ അവിടെ നിന്നെടുത്ത ഒരു ഭാണ്ഡത്തിൽ അത്യാവശ്യം ഭക്ഷണം നിറച്ചു. ശേഷം അതുമായി പുറത്തേക്ക് നടന്നു. എന്തു വേണമെന്നറിയാതെ നിന്ന ശേഷം ഭാർഗവനും ഇയാൾക്ക് പിന്നാലെ തന്നെ നടക്കുകയാണ് രാജൻ്റെ. അവിടുന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കൂടാരം. നിമിഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും കുത്തുകൊണ്ട് വീണ് കിടന്ന മന്ത്രവാദി മെല്ലെ കണ്ണു തുറന്നു. കുത്തുവിളക്ക് അയാളുടെ വയറിലിങ്ങനെ തറച്ചു നിൽക്കുകയാണ്.
അയാൾ അവശതയോടെ അത് ഊരി. രക്തം ചീറ്റാൻ തുടങ്ങി. വായിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. മന്ത്രവാദി ചുറ്റിനും നോക്കി. എല്ലാം വലിച്ചു വാരി അലങ്കോലമായി കിടക്കുകയാണ്. മന്ത്രവാദി മെല്ലെ പുറത്തേക്ക് ഇഴയാൻ തുടങ്ങി. രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. അയാൾ ഇഴഞ്ഞു പോകുന്ന ഭാഗത്ത് തറയിലൂടെയും രക്തം പരക്കുകയാണ്. ഇഴഞ്ഞിഴഞ്ഞ് അയാൾ പുറത്ത് ചിത കൂട്ടിയിരിക്കുന്നതിനടുത്തേക്ക് വന്നു. മെല്ലെ മുകളിൽ നിന്നും ഓരോ വിറകുകളായിട്ട് എടുത്ത് മാറ്റാൻ തുടങ്ങി. അകത്തു നിന്നും കൂർക്കം വലിയുടെ ശബ്ദം ഇപ്പോൾ ഈ വിറകെടുക്കുന്നതിനനുസരിച്ച് വ്യക്തമായിട്ട് കേൾക്കാം ഓഡിയൻസിന്. മരണവെപ്രാളത്തിൽ ബോധം മറയുന്നതിന് മുൻപേ അയാൾ വിറകുകൾ എടുത്തു മാറ്റി. പെട്ടെന്ന് ആ മുഖത്തിൻ്റെ ഭാഗത്തുള്ള ഒരു വിറകെടുത്തതും അതാ ഒരു രൂപം. മുഖമെല്ലാം ചുക്കിച്ചുളങ്ങി ആടിൻ്റേതുപോലെ കൊമ്പുള്ള ഒരു രൂപം അവിടെ കിടക്കുകയാണ്. നല്ല ഉറക്കത്തിലാണ്. തലയിൽ നെറുകന്തലയിൽ, അതായത് നെറ്റിയിലായിട്ട് ഒരു ആണി തറച്ചു നിൽക്കുന്നു. മന്ത്രവാദി സർവ്വശക്തിയും എടുത്ത് ആ ആണി തലയിൽ നിന്നും വലിച്ചൂരി. ഊരിയ ആഘാതത്തിൽ മന്ത്രവാദി പിന്നിലേക്ക് തെറിച്ചു വീണു. ഭീകരമായ ഒരു ശബ്ദത്തോടെ ആ സത്വം ചിതയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഈ വീണെടുക്ക് നോക്കുന്ന മന്ത്രവാദിയുടെ കണ്ണിലെ റിഫ്ലക്ഷനിലൂടെ നമ്മൾ കാണുകയാണ് ഓഡിയൻസ്. 7-7.5 അടിയോളം ഉയരമുള്ള മുട്ടനാടിൻ്റേതുപോലെ കൊമ്പുകളുള്ള ദേഹമാസകല രോമവും കൂർത്ത വാലുമുള്ള ഒരു രൂപം, നെരിപ്പോടൻ. മന്ത്രവാദി മരണവെപ്രാളത്തിൽ മങ്ങിയ കാഴ്ചയിലാണത് കാണുന്നത്. ഓഡിയൻസും ആ ഒരു രീതിയിലാണ് കാണുന്നത്, അത്ര ക്ലിയറായിട്ടല്ല കാണുന്നത്. ഈ സ്വത്വം വാലിളക്കിക്കൊണ്ട് ഉറക്കെ ഭീകരമായൊരു ശബ്ദം ഉണ്ടാക്കി. നായയെപ്പോലെ നാക്ക് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ കാട്. മഴയില്ലെങ്കിലും ശക്തമായ ഇടിമിന്നലും കാറ്റുമാണ്. മൊത്തം മഞ്ഞിറങ്ങി കിടക്കുകയാണ്. രാജനും ഭാർഗവനും വേഗത്തിൽ വനത്തിലൂടെ നടക്കുന്നു. നടത്തത്തിൽ ഭാർഗവൻ നിലത്തു വീണു. രാജൻ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഭാർഗവൻ, എനിക്ക് വയ്യ, ഒരടി നടക്കാൻ വയ്യ. അപ്പോൾ രാജൻ, ഇവിടെ കിടന്നാൽ വല്ല പുലിയോ കരടിയോ പിടിക്കും, എഴുന്നേൽക്ക്. രാജൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് താങ്ങി പിടിച്ച് നടക്കാൻ തുടങ്ങി. അയാളുടെ ആരോഗ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രാജൻ നടത്തത്തിനിടയിൽ, നരകമാണ് ഈ കാട്, മഴയും കൂടി പെയ്താൽ തീർന്നു. പെട്ടെന്ന് ഒരു ഇടി വെട്ടുന്നു. ആ ഇടി വെട്ടിയ ശബ്ദത്തിൽ എന്തോ പന്നികേട് തോന്നിയ രാജൻ പെട്ടെന്ന് നിന്നു. അപ്പോൾ ഭാർഗവൻ, എന്താ? അപ്പോൾ രാജൻ ഭയത്തോടെ, നമ്മൾ ശരിക്കും നരകത്തിലാണ് വന്നു പെട്ടത്. തൊട്ടടുത്ത നിമിഷം ഒരു ഭീകര സ്വത്വത്തിൻ്റെ അലർച്ച കേൾക്കുന്നു. അപ്പോൾ ഭാർഗവൻ ഭയത്തോടെ, എന്താ അത്? രാജൻ മെല്ലെ ഭാർഗവൻ്റെ ദേഹത്തു നിന്നും പിടിവിട്ടു. ഭാർഗവൻ നിലത്ത് വീണു. അപ്പോൾ ഭാർഗവൻ, രാജാ. രാജൻ അയാളെ അവിടെ ഇട്ട് മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഭാർഗവൻ, രാജാ, എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോരുത്, ഞാൻ പറയുന്നൊന്നും കേൾക്ക്. അയാൾ അവിടെ നിന്ന് കരഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാത്ത ദൂരത്തേക്ക് രാജൻ പോയി കഴിഞ്ഞിരുന്നു. കരഞ്ഞുകൊണ്ട് ഭാർഗവൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചെങ്കിലും വീണു. കമിഴ്ന്ന് വീണ ഭാർഗവൻ പെട്ടെന്ന് പിന്നിൽ എന്തോ ഒന്ന് ഉയരത്തിൽ നിന്ന് വന്ന് വീണതുപോലെ ഒരു ശബ്ദം കേട്ടു. അയാൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ രൂപം, ആ രാക്ഷസൻ. ഭാർഗവൻ പിന്നിലേക്ക് ഇഴഞ്ഞു. എന്നാൽ പുലിയുടെ മുരൾച്ച പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നെരിപ്പോടൻ ഭാർഗവൻ്റെ നേർക്ക് കുതിച്ചു ചാടി. നീളം നഖങ്ങളുള്ള കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊരവള്ളി പറിച്ചെറിഞ്ഞു. ഹരം കയറുന്ന മട്ടിൽ രാക്ഷസൻ്റെ വാല് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആടുന്നുണ്ട്. അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ കാട്. ഈ കാടിൻ്റെ മറ്റൊരു ഭാഗം. രാജൻ കാട്ടിലൂടെ ഓടുകയാണ്. ഓടി ഓടി അയാൾ അവിടെ ഒരു കടപുഴകി കിടക്കുന്ന വലിയൊരു മരത്തിൻ്റെ മറവിൽ ചെന്നിരുന്നു. ഭീകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടി ചാടി ആ സ്വത്വം അവിടേക്ക് വരുന്നുണ്ട്. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. ആ ശബ്ദം ഏകദേശം അടുത്തെത്തിയതും ഒരു മരത്തിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങിയതുപോലെ രാജന് തോന്നി. അയാൾ കണ്ണു തുറന്നു. മറഞ്ഞിരുന്നാലും മണം പിടിച്ച് ആ രാക്ഷസനാണ് പിന്നാലെ എന്നയാൾക്ക് മനസ്സിലായി. രാജൻ ഭാണ്ഡം മാറ്റിവെച്ചു. ശേഷം ഒരു കല്ലെടുത്തു പ്രതിരോധിക്കാനായിട്ട്. എന്നിട്ട് ആ കല്ലുമായിട്ട് അയാൾ എഴുന്നേറ്റ് തിരിഞ്ഞു. ആ ശബ്ദം വീണടുത്തേക്ക് നോക്കി. എന്നാൽ അവിടെ ഒന്നിനെയും കണ്ടില്ല. പെട്ടെന്ന് തനിക്ക് തൊട്ടു പിന്നിൽ വാലിങ്ങനെ ഇളകുന്ന ഒരു ശബ്ദം കേട്ട് രാജൻ പിന്നിലേക്ക് അടിക്കാനായി കല്ല് വീശി. പക്ഷേ നെരിപ്പോടൻ വാലുകൊണ്ട് അയാളെ അടിച്ചു തെറിപ്പിച്ചു. അടി കൊണ്ട് തെറിച്ചു വീണ രാജൻ്റെ ദേഹത്ത് ചാട്ടവാറടി കൊണ്ടതുപോലെ ചുവന്ന് തടിച്ചു. അതായത് ആ പാട്. രാജൻ ചാടി എണീറ്റതും നെരിപ്പോടൻ ചീറിയെടുത്തു. വെപ്രാളത്തോടെ കൈ വീശിയെങ്കിലും, അത് വെപ്രാളത്തോടെ
അടിക്കാനായിട്ട് കൈ വീശിയെങ്കിലും ആ രൂപം രാജൻ്റെ കഴുത്തിന് താഴെ നഖം കൊണ്ട് വരഞ്ഞു. കണ്ടാൽ പുലി മാന്തിയതുപോലെ തോന്നും. ആ മുറിവ് കണ്ടാൽ പുലി മാന്തിയതുപോലെയാണ് തോന്നുക. നീറ്റലോടെ രാജൻ തനിക്ക് മുന്നിലുള്ള ആ രൂപത്തെ നോക്കി. പാമ്പിൻ്റെ പോലെയാണ് ആ രാക്ഷസൻ്റെ സ്കിന്ന്. അത് കാണേണ്ട താമസം ആ രാക്ഷസൻ തൻ്റെ 2 കൈകളും ഉപയോഗിച്ച് ആ നഖം ആ മുറിവിലേക്ക് ഇറക്കി രാജൻ്റെ വയറിന് താഴെ വരെ കീറി തുറന്ന് ഇരുവശത്തേക്കും വിടർത്തി വെച്ചു. ഒരു നിമിഷത്തിൻ്റെ വേഗതയിലാണ് ഇതെല്ലാം നടന്നത്. ഹൃദയമിടിക്കുന്നത് വരെ കാണാം. അതായത് ഇൻറ്റേർണൽ ഓർഗൻസും സഹിതം കാണാം. സ്വബോധത്തോടെയോ അല്ലാതെയോ എന്നറിയില്ല. ഒരു നിമിഷം നെരിപ്പോടനെ തെല്ലും ഭയമില്ലാത്ത രീതിയിൽ പുച്ഛത്തോടെ നോക്കി ഒന്ന് തുപ്പിയ ശേഷം രാജൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കുടിൽ രാത്രി. മയങ്ങിക്കിടന്ന ശിവ കണ്ണു തുറന്നു. വെപ്രാളത്തോടെ അയാൾ പലകയിൽ നിന്ന് നിലത്തേക്ക് വീണു. കണ്ണു തിരുമ്മിക്കൊണ്ട് അവൻ ചുറ്റിനും നോക്കി. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ശിവ അവിടെ മരിച്ചു കിടക്കുന്ന വർഗീസിനടുത്തേക്ക് വന്നു. അയാൾ മരിച്ചെന്ന് വർഗീസിന് മനസ്സിലാവുന്നു. എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ എഴുന്നേറ്റ് നിന്നതും താൻ കിടന്ന, അതായത് ഇളകി വീണ പലകയുടെ അടിയിൽ എന്തോ ഒന്ന് കണ്ടു. അത് ഒരു പെട്ടിയാണ്. ശിവ അത് തുറന്നു. ഉള്ളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ശിവ പരിസരവും നോക്കി. അതായത് അവിടെ എന്തോ വലിച്ചു വാരി കിടക്കുന്ന, അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഈ സാധനമാണ് അവിടെ ആരോ തിരഞ്ഞതെന്ന് അവന് മനസ്സിലായി. എന്താണ് സംഭവിച്ചതെന്ന ധാരണ അവൻ്റെ മുഖത്ത് വ്യക്തമാണ്. അത് മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു ഇത് അവൻ്റെ മുഖത്ത് വ്യക്തമാണ്. ശിവ ഒരു ചൂട്ടും കത്തിച്ച് പിടിച്ചുകൊണ്ട്, രാത്രിയാണ് സമയം, അപ്പോൾ ശിവ ഒരു ചൂട്ടും കത്തിച്ച് പിടിച്ചുകൊണ്ട് പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി. അവിടെ മന്ത്രവാദി മരിച്ചു കിടക്കുന്നു. അവൻ ചുറ്റിനും നോക്കിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു, ദൂരേക്ക് നടന്നു. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ വനം രാത്രി. വനത്തിലൂടെ ചൂട്ടും പിടിച്ചുകൊണ്ട് പെട്ടിയുമായി ശിവ നടക്കുകയാണ്. നല്ല മിന്നലുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. നടന്ന് കുറച്ചെത്തിയതും അയാൾ നിന്നു. മുന്നിൽ ദൂരെയായി നിറയെ വെളിച്ചം കാണാം. അതായത് ആൾതാമസമുള്ള സ്ഥലമാണെന്ന് അവന് മനസ്സിലായി. അതായത് വിളക്കുകളുടെ വെളിച്ചം കാണാം. അത് കണ്ട് അവൻ്റെ മുഖം തെളിഞ്ഞു. ആ സ്ഥലത്തേക്ക് അവൻ സന്തോഷത്തോടെ നടന്നു വേഗത്തിൽ. എന്നാൽ അവൻ്റെ ഒപ്പം ശബ്ദമുണ്ടാക്കാതെ ഓരോ മരങ്ങളിലൂടെ ചാടി ചാടി എന്തോ ഒന്ന് അവനെ പിന്തുടരുന്നുണ്ട്. അവനത് കാണുന്നില്ല. ഇടയ്ക്ക് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അത് ആ രാക്ഷസനാണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാകുമ്പോൾ ആകെ ഇരുട്ടാകുന്നു. ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് തിരക്കഥ. ഒരു ചെറിയ തിരക്കഥയാണ്. നമ്മുടെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ഓരോ കഥകളിലൊക്കെ ആയിട്ട്. അതൊന്നും ആരും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊരു ക്യാരക്ടറിനെ എടുത്തു വെച്ച് ഞാനൊരു കഥ കേട്ടപ്പോൾ ഡെവലപ്പ് ചെയ്ത സ്റ്റോറിയാണ്. അപ്പോൾ ഇതുപോലെ നിറയെ സ്റ്റോറികൾ ഇനി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ഈ തിരക്കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ത്രെഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിനെ ബേസ് ചെയ്ത് ഞാനൊരു തിരക്കഥ വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു തിരക്കഥയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.